മൈ ഡിയർ ആക്ഷൻ കിങ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ് അർജുൻ സർജ എന്ന് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, ഒരു 2000 കാലഘട്ടങ്ങളിലൊക്കെ വന്നപ്പോൾ പുള്ളി ആ ഒരു സൈഡ് ആയിപ്പോയെന്ന് വേണം പറയാം. പിന്നെ Tier 1 കാറ്റഗറിയിൽ വിജയ്, അജിത്ത്, സൂര്യ, വിക്രം എന്നൊക്കെ പറയുന്ന ആക്ടേഴ്സ് ആയിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. ഇദ്ദേഹം വല്ല കാലത്തൊക്കെയാണ് ഒരു സിനിമ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സഹനടൻ റോളുകളിലും വില്ലൻ റോളുകളിലും വരെ അദ്ദേഹം അഭിനയിച്ചു. പക്ഷേ അന്നും ഇന്നും എന്നും പുള്ളിയുടെ ആക്ഷൻ മൂവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ ലെവലാണ്. കുറേ സിനിമകൾ ആ ഒരു പാറ്റേൺ പിടിച്ചു വന്ന് അങ്ങനെ ആളുകൾ ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് കൊടുത്ത പേരാണ് ആക്ഷൻ കിങ് എന്ന് പറയുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 63 വയസ്സുണ്ട് ഇദ്ദേഹത്തിന്. ഈ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന പടത്തിൽ പുള്ളിയുടെ ആക്ഷൻസ് ഒക്കെ ഒന്ന് കാണണം. ആ ഒരു ബോഡി ഫ്ലെക്സിബിലിറ്റിയും അദ്ദേഹം ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഈ സിനിമയിലുള്ള ഒരു കരാട്ടെ മാസ്റ്റർ ആയിട്ടാണ്. നമുക്കൊരു സെക്കൻഡ് പോലും തോന്നില്ല ഇദ്ദേഹം ഒരു മാർഷൽ ആർട്ടിസ്റ്റ് അല്ലാത്ത ഒരാളാണ് ഇത് ചെയ്യുന്നതാണ്. കാരണം എന്താ, അദ്ദേഹം ഓൾറെഡി ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹം വളരെ ചെറുപ്പകാലം മുതൽ തന്നെ മാർഷൽ ആർട്സ് ട്രെയിൻ ചെയ്ത ഒരാളാണ്. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റും ഉണ്ട് അദ്ദേഹത്തിന്. സോ അദ്ദേഹത്തിന് പെർഫെക്റ്റ് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിനകത്തുള്ളത്. ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ഒരു മാർഷൽ ആർട്സ് പടം ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടാകുമോ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് ഇതിനകത്തും കാണാൻ പറ്റും. പുള്ളിയുടെ കിക്കുകൾ, പുള്ളിയുടെ പഞ്ചുകൾ എല്ലാം. അതുപോലെ തന്നെ ബ്രൂസ്ലിയുടെ 1 ഇഞ്ച് പഞ്ചൊക്കെ തുടക്കത്തിൽ കാണിക്കുന്നത് ഇങ്ങനെ കൈവച്ചിട്ട് ആ ഒരു സാധനം. ഞാൻ ചെറുപ്പം മുതലേ വലിയൊരു മാർഷൽ ആർട്സ് ഫാനാണ്. ഞാനൊരു മാർഷൽ ആർട്ടിസ്റ്റാണ്. ഞാൻ കുങ്ഫു ആണ്, ഷാവലിൻ കുങ്ഫു ആണ് പഠിച്ചത്. സോ അതുകൊണ്ട് എനിക്ക് മാർഷൽ ആർട്സ് മൂവീസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഫുൾ ആൻഡ് ഫുൾ മാർഷൽ ആർട്സ് ഫാമിലി സിനിമയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ തൊമരും മക്കളും സിനിമയ്ക്കകത്ത് സലീം കുമാർ പറയില്ലേ, പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാടായിരുന്നു എന്റേത്. എന്റെ അച്ഛൻ ഗുണ്ട, എന്റെ അമ്മാവൻ ഗുണ്ട. നിനക്കറിയോ എന്തിനേറെ പറയുന്നു, എന്റെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു. ആ ഗുണ്ടി ആ പറയുന്ന പോലെ ഒരു ഫാമിലി ഫുള്ള് കരാട്ടക്കാരൻ. അപ്പൊ അവര് ഒരു വലിയ കോർപ്പറേറ്റ് ശക്തിയോടെ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമയുടെ സിനോപ്സിസ് എന്ന് പറയുന്നത്. റാഷണലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പല സിനിമകളുടെയും കഥയും കാര്യങ്ങളും തീമും ഒക്കെ നമുക്ക് ഇതിനോട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. പക്ഷെ ഇതിന്റെ ഒരു മേക്കിംഗ് സ്റ്റൈലും ഇതിന്റെ സ്ക്രിപ്റ്റും ഒക്കെ എൻ്റയർലി ഡിഫറെന്റ് ആണ്. അത് നമ്മൾ തിയേറ്ററിൽ കാണേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ആളെന്ന് പറഞ്ഞ പ്രീതി മുകുന്ദനാണ്. ഈ സിനിമയ്ക്കകത്ത് ഇപ്പോൾ അഭിരാമിയുണ്ട്, അർജുൻ സർജയുണ്ട്, ജോൺ കൊക്കൻ, സർപ്പാട്ട പരമ്പരയിലേക്ക് വില്ലൻ വേമ്പുലി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത ആൾ. ഇത്രയും പേരൊക്കെ ഈ സിനിമയിൽ ഉണ്ടായിട്ട് എന്നെ ഞെട്ടിച്ച ആളെന്ന് പറയുന്നത് പ്രീതി മുകുന്ദനാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇത്രയും ക്യൂട്ട് ഫേസും ആ ഒരു എന്താ പറയുന്ന ഒരു ശാലീന സുന്ദരി ഫിഗറൊക്കെ വെച്ചിട്ട് ഇത്രയും അടിപൊളിയായിട്ട് ആക്ഷൻ ചെയ്തു. ആക്ഷൻ ചെയ്യാന്ന് പറയുന്നത് ചുമ്മാ ഒപ്പിച്ച് വെച്ചിട്ടുള്ള ആക്ഷൻ അല്ല, നല്ല കിടിലനായിട്ട് നല്ല ഫ്ലെക്സിബിലിറ്റിയോടെ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആക്ഷൻ ചെയ്ത് എങ്ങനെയും ആ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സാധാരണ നമുക്ക് ഈ പെണ്ണുങ്ങളൊക്കെ പഞ്ച് ചെയ്യുമ്പോൾ നമുക്കതൊരു കോമഡി ആയിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ആ ഒരു പഞ്ചിന്റെ പോക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്തിനോ വേണ്ടി ഉണ്ടാക്കിയെടുത്ത പോലെ ഒരു പലപ്പോഴും അത് ഏതൊക്കെയാണ് സിനിമയിൽ കുറേ സിനിമയിൽ ട്രോളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആക്ഷൻ കോമഡി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ റീസെന്റ് കണ്ടതിൽ എനിക്ക് ആക്ഷൻ ഇഷ്ടപ്പെട്ട ഒന്ന് നമ്മുടെ ലോക മൂവിയിൽ കല്യാണി ചെയ്തത്, പിന്നെ ഈ സിനിമയിൽ പ്രീതി മുകുന്ദൻ ആക്ഷൻ ചെയ്തത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് ആക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ വലിയ പ്രൊമോഷൻസോ ഒച്ചയും ബഹളോ ഒന്നും ഇല്ലാതെ വന്നൊരു സിനിമയാണ്. വേണ്ട രീതിയിൽ നല്ലൊരു പ്രൊമോഷൻസ് ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ വൈഡ് റീച്ച് സിനിമയ്ക്ക് കിട്ടിയത്. ഇപ്പൊ ഈ സിനിമയ്ക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീക്കെൻഡിൽ മിസ് ചെയ്യാതെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ മറ്റേ കാട്ടാളൻ എന്ന് പറയുന്ന സിനിമ കണ്ട എൻ്റെ ഒരു ക്ഷീണം മാറിയത് ഈ സിനിമ കണ്ടപ്പോഴാണ്. ഇതിന്റെ റൈറ്ററും ഡയറക്ടറും ഒരാളാണ്, സുഭാഷ് കെ രാജ എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ റൈറ്ററും ഡയറക്ടറും. വലിയൊരു ഹാറ്റ്സ് ഓഫ്. നല്ല അടിപൊളിയായിട്ട് സ്ക്രിപ്റ്റ് ആണെങ്കിലും അതിനകത്തൊന്നും പോരായ്മയില്ല, ഡയറക്ഷൻ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറ വർക്ക്സ് ആണെങ്കിലും സ്റ്റണ്ട് കൊറിയോഗ്രഫി എസ്പെഷ്യലി അത് എടുത്തു പറയണം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാ മേഖലയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പടം ചെയ്തിട്ടുണ്ട്. ഒന്നും മോശമെന്ന് പറയാനകത്തില്ല. പിന്നെ എടുത്തു പറയേണ്ട ഈ സിനിമയിലെ വില്ലന്മാർ. നമ്മുടെ ഒരു നായകന് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കൊടുക്കാൻ പറ്റുന്നത് വില്ലൻ എത്രത്തോളം സ്ട്രോങ്ങർ ആണ്, അത്രയും സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു വില്ലനെ നായകൻ തോപ്പിക്കുമ്പോഴാണ് നായകന് ഹൈപ്പ് കിട്ടുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്തെ വില്ലൻ എന്ന് പറയുന്നത് ശരിക്കും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള വില്ലനാണ്. അതായത് അർജുൻ ചിദംബരം എന്ന് പറയുന്ന ഒരു ആക്ടറുണ്ട്, അയാൾ ചെയ്ത വില്ലൻ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുന്നത്, ഈ പാറ്റാടെയൊക്കെ ജന്മം എന്ന് പറയുന്ന പോലെ എന്ത് ചവിട്ട് കിട്ടിയാലും ചാകാത്ത അങ്ങനത്തെ ഭയങ്കര സ്ട്രോങ്ങർ ആയിട്ടുള്ള വില്ലൻ. അപ്പോൾ അത്രയും സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു വില്ലനെ കാണിച്ചിട്ട് ആ വില്ലനെ വേണം നായകൻ തോപ്പിക്കാൻ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഹൈപ്പ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു വില്ലന് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ ആർക്കും ആ ഒരു വില്ലന് കൊടുത്തിരിക്കുന്ന ഹൈപ്പും ഒക്കെ നല്ല രീതിയിൽ ആ ഒരു ഫീല് നമുക്ക് തരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഹൈ കിട്ടുന്ന കുറച്ച് സർപ്രൈസസ് ഒക്കെ ഉണ്ട്. അതായത് പാവമായിട്ടിരിക്കുന്ന ചില ആളുകളൊക്കെ പെട്ടെന്ന് അവരുടെ രൂപം മാറി അവരുടെ ഒരു ഹീറോയിസം കാണിക്കുന്ന സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ചെറിയ ബഡ്ജറ്റിൽ വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ
പോയി കണ്ട നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫീല് തരുന്ന, നല്ലൊരു സിനിമയുടെ ഫീല് തരുന്ന നല്ലൊരു ആക്ഷൻ മൂവി എന്ന് വേണം പറയാൻ. കാരണം പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഫീമെയിൽ ലീഡുകളുടെ ആക്ഷൻ തന്നെയാണ്. അതിൽ ഒരാളുടെ സർപ്രൈസ് ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല, ബട്ട് ആക്ഷൻ വാസ് ഔട്ട്സ്റ്റാൻഡിങ്. ആ ബോഡി ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങളൊക്കെ അത് ഈ ഏജിൽ ഒരു ഫീമെയിലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത്, അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ അവർ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഹാറ്റ്സ് ഓഫ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ ആക്ഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തിയേറ്ററിൽ പോയി നന്നായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ, ഫാമിലിക്കും കൂടെ പോകാൻ പറ്റിയ നല്ലൊരു സിനിമ.